നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നടന്ന കൊലപാതകങ്ങൾ ഒരു നാടാകെ നടുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രതിയുടെ വാദം അത് പോലീസ് അംഗീകരിക്കുന്നില്ല. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ രക്തപരിശോധന അടക്കം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇയാളുടെ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാനസികാരോഗ്യം പരിശോധിക്കും. അഫാൻ അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നും ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. മരുന്ന് കുത്തിയ കാനുല അഫാൻ ഊരിക്കളഞ്ഞു. എലിവിഷൻ കഴിച്ചു എന്ന മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരുന്നുണ്ട്. പ്രതിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. നിരീക്ഷണം തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ, അച്ഛൻ്റെ അമ്മ സൽമ ബീവി, അച്ഛൻ്റെ സഹോദരൻ ലത്തീഫ്, ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. ചികിത്സയിലുള്ള അഫാന്റെ അമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലകൾ. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ. ഇന്നലെ രാവിലെ ഉമ്മയെ പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു ആദ്യത്തെ ആക്രമണം. ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനാൽ ആക്രമിച്ചു. 1:15 മുത്തശ്ശി സൽമ ബീവിയെ ആക്രമിച്ചു. സ്വർണവുമായി വെഞ്ഞാറമൂടെത്തി. അപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു. ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ ലത്തീഫിനെ കൊല്ലാനായി അഫാൻ ആസൂത്രണം ചെയ്തു. വെഞ്ഞാറമൂടിൽ നിന്ന് ചുറ്റിക വാങ്ങി. വൈകിട്ട് 3 മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു. ഒരേ ആയുധമാണോ എല്ലാ കൊലപാതകങ്ങൾക്കും ഉപയോഗിച്ചതെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതി അഫാന്റെ വീട്ടിൽ തിരുവനന്തപുരം റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അഫാനുമായുള്ള ഇഷ്ടം സുഹൃത്തായ ഫർസാനയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അഫാൻ വീട്ടിൽ വന്ന് വിവാഹം ചെയ്ത് നൽകാമോ എന്ന് ചോദിച്ചിരുന്നതായി ഫർസാനയുടെ സഹോദരൻ അമൽ മുഹമ്മദ് പറഞ്ഞിരുന്നു. അഫാൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും വിവാഹത്തിന് തങ്ങൾക്ക് സമ്മതമായിരുന്നുവെന്നും അമൽ പ്രതികരിക്കുകയുണ്ടായി. അഞ്ചലിലെ കോളേജിൽ BSc കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് ഫർസാന വീട്ടിൽ നിന്നിറങ്ങിയത് തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ ദിവസവും ഫർസാന വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത്. തിങ്കളാഴ്ച പോയെന്നാണ് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു S നായർ പ്രതികരിച്ചു. 3:30 മണിക്ക് പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയി എന്നാണ് മാതാപിതാക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. 4 മണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊന്നു. അനുജൻ പരീക്ഷ കഴിഞ്ഞ് എത്തി ഉമ്മയെ അന്വേഷിച്ചു. ഈ സാഹചര്യത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു. കുളിച്ച് വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ കൊലപാതകം ഒരു നാടാകെ നടുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.